ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണ രീതികൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന് മന്ത്രി കെ ബാലഗോപാൽ ശ്രീധരിയത്തിലെത്തി. 80,000 സ്ക്വയർ ഫീറ്റിൽ 6 നിലകളിലായി അത്യാധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന കെട്ടിടം പൂർണ്ണമായും സ്റ്റീൽ സ്ട്രക്ചറിലാണ് നിർമ്മിച്ചത്. ഈ മേഖലയിൽ പ്രാവീണ്യം നേടിയ എഞ്ചിനീയർമാരുടെ സഹായത്തോടെ വരച്ചു തയ്യാറാക്കിയ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ഫാക്ടറിയിലാണ് കെട്ടിടത്തിന് ആവശ്യമായ പില്ലറുകളും ബീമുകളും നിർമ്മിച്ചത്. പൈലിംഗ് ജോലികൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് നിർമ്മാണം പൂർത്തീകരിച്ച ഐ സെക്ഷനുകളും സി സെക്ഷനുകളും സൈറ്റിലെത്തിച്ച് യോജിപ്പിക്കുന്നതോടെ കെട്ടിടത്തിന്റെ സ്ട്രക്ചർ വർക്ക് പൂർണ്ണമാകും. പിന്നീട് ഡെക്ക് ഷീറ്റുകൾക്ക് മുകളിൽ RCC ചെയ്ത് ഫ്ലോർ വർക്ക് പൂർണ്ണമാകുന്നതോടെ ചുമരുകളുടെ നിർമ്മാണം ആരംഭിക്കും. ചുമരുകളുടെ നിർമ്മാണ രീതിയും ഏറെ വ്യത്യസ്തമാണ്. EPS പാനൽ ടെക്നോളജിയിൽ തെർമോകോൾ ഷീറ്റുകൾക്ക് മുകളിൽ ഇരുമ്പ് നെറ്റുകൾ കൊണ്ട് കവചം തീർത്ത ശേഷം കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത് ബലപ്പെടുത്തുന്ന രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. തെർമൽ ക്രാക്കിംഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് പുറമെ റൂമിലെ താപനില കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും. കെട്ടിട നിർമ്മാണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന പുതിയ നിർമ്മാണ രീതികൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനും കേരളത്തിലെ കെട്ടിട നിർമ്മാണ രംഗത്ത് ഇവ പരീക്ഷിക്കാൻ കഴിയുമോ എന്ന് പഠിക്കുന്നതിനുമാണ് മന്ത്രി ഇവിടെ എത്തിയത്. ശ്രീധരിയം ഹോസ്പിറ്റൽ വളരെ പ്രശസ്തമായ നേത്ര ചികിത്സയുടെ ഒരു കേന്ദ്രമാണല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഇവിടെ ഒന്ന് വരുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇനിയിപ്പോൾ പുതിയൊരു ബ്ലോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഈ പുതിയ റീ എഞ്ചിനീയർഡ് സ്റ്റീലിൽ ചെയ്തേക്കുന്നൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ അത് ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ബിൽഡിങ്ങുകളുടെ മോഡലുണ്ട്. കേരളത്തിൽ അത്തരം കാര്യങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയേക്കാളും കുറച്ചുകൂടി വേഗത്തിൽ തീർക്കാൻ പറ്റും. കുറച്ചുകൂടി സമയം ലാഭമാണ്. പിന്നെ സ്റ്റീലും മറ്റും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക മോഡലാണ്. അപ്പോൾ ആ മോഡലിൽ എത്രത്തോളം വേഗത്തിലാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഫിനിഷിങ്ങും തുടങ്ങിയ കാര്യങ്ങളൊന്ന് കാണുക എന്നുള്ള ഒരു താല്പര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേരളത്തിൽ ഈ നിർമ്മാണത്തിന് പല മേഖലയിലും സമയം കൂടുതലെടുക്കുന്നതിൻ്റെ നിർമ്മാണ വസ്തുക്കളുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ പലതരം ആൾട്ടർനേറ്റീവ് വേണം. പലതരത്തിലുള്ള മോഡലുകളുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നേരത്തെ ബഡ്ജറ്റിലുമൊക്കെ പറഞ്ഞിരുന്നു, നിർമ്മാണ കാര്യങ്ങളിൽ പുതിയ വസ്തുക്കൾ, പുതിയ രീതികൾ. അപ്പോൾ അത് ഇവിടെ ചെയ്തിരിക്കുന്നത് കാണുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. സർക്കാർ ബിൽഡിങ്ങിൽ ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വ്യാപകമായി വന്നിട്ടില്ല. പലതരത്തിലുള്ളതുണ്ട്. ഇപ്പം റീ എഞ്ചിനീയർഡ് ഉണ്ട്, പ്രീകാസ്റ്റ് ഉണ്ട്. അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പുതിയ മോഡലുകൾ കേരളത്തിൽ പറ്റുന്ന തരത്തിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ കൂടി ശ്രമിക്കണമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പല ബിൽഡിങ്ങുകളും ഗവൺമെൻറ് വന്നിട്ടുണ്ട്. എന്നാൽ മറ്റ് സ്റ്റേറ്റുകളിലുള്ളതിൻ്റെ അത്രയും, വലിയ സിറ്റികളിലുള്ളതിൻ്റെ അത്രയും വ്യാപകമായിട്ടുള്ള നിർമ്മാണം വന്നിട്ടില്ല. അവിടെ പലയിടത്തും ഒരു വർഷത്തിനകം 5-6 മാസം കൊണ്ടൊക്കെ വലിയ പല നിലകളുള്ള ബിൽഡിങ്ങൊക്കെ ചേർത്ത് പൂർത്തീകരിക്കും. അപ്പോൾ സമയം വളരെ പ്രധാനമാണ്. നമ്മളൊരു പ്രൊജക്റ്റ് വരുമ്പോൾ പലപ്പോഴും ഈ പുതിയ പ്രൊജക്റ്റ് വരുമ്പം പല സ്ഥാപനങ്ങൾ വരുമ്പോൾ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ സമയത്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഇത് 3 വർഷം കൊണ്ട് പൂർത്തീകരിച്ച് വരുമ്പോഴേക്കും ഈ ആവശ്യത്തിൻ്റെ അന്നേരത്തെ ആവശ്യക്കാരൻ വേറെ സ്ഥലത്തേക്ക് പോയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി മാറ്റം വരേണ്ടതുണ്ട് നമുക്ക്. അപ്പോൾ അത്തരം പല മോഡലുകളും കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതാവും. അതൊരു കാര്യമാണ്. സർക്കാർ കെട്ടിട നിർമ്മാണ രംഗത്ത് നിലവിൽ ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നും ഇവ കൂടുതലായി വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും മന്ത്രി പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ കുറഞ്ഞ സമയം കൊണ്ട് വൻകിട കെട്ടിടങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് മന്ത്രിയുടെ സന്ദർശനം. 4 നിലകളിൽ രോഗികൾക്കായുള്ള താമസ സൗകര്യവും മറ്റു നിലകളിൽ OP ഡിപ്പാർട്ട്മെന്റ്, കോർപ്പറേറ്റ് ഓഫീസ് തുടങ്ങിയവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വിവിധ നിലവാരങ്ങളിൽ AC, നോൺ AC, ഡീലക്സ്, സ്യൂട്ട് റൂം എന്നിങ്ങനെ 80 മുറികളാണ് ഇവിടെ രോഗികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കെട്ടിടത്തിന്റെ സ്റ്റീൽ സ്ട്രക്ചർ നിർമ്മാണം വൂഡ്സ് കമ്പനിയും മറ്റു വർക്കുകൾ ബിൽഡ് EC കമ്പനിയുമാണ് ചെയ്തിരിക്കുന്നത്. ഇരു കമ്പനികളുടെയും എഞ്ചിനീയറിംഗ് എക്സ്പോർട്ടുകളും ശ്രീധരിയം ആയുർവേദ ആശുപത്രിയുടെ CEO ബിജു പ്രസാദ്, വൈസ് ചെയർമാൻ ഹരി N നമ്പൂതിരി എന്നിവരും നിർമ്മാണ രീതികളെ കുറിച്ച് മന്ത്രിക്ക് വിശദീകരിച്ചു നൽകി. വർഷങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ടിരുന്ന വൻകിട കെട്ടിടങ്ങളുടെ സ്ട്രക്ചർ നിർമ്മാണം ഇത്തരത്തിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പുതിയ നിർമ്മാണ രീതിയുടെ പ്രത്യേകത. ഇതിനു പുറമെ പ്രകൃതിക്ക് ദോഷമായ കോൺക്രീറ്റ് വേസ്റ്റ് ഒഴിവാക്കുകയും കെട്ടിടത്തിനായി മുടക്കുന്ന തുകയുടെ പകുതിയിലേറെ പണം കെട്ടിടം പൊളിച്ചു നീക്കുന്ന സമയത്ത് സ്ക്രാപ്പ് നിരക്കിൽ ഉടമയ്ക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും.
ശ്രീധരീയം ആയുർവേദ ആശുപത്രിയുടെ മരുന്ന് നിർമ്മാണ ഫാക്ടറിയും മന്ത്രി സന്ദർശിച്ചു. ഫാക്ടറിയിലെ മരുന്ന് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് മന്ത്രി മടങ്ങിയത്. മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ്, കൂത്താട്ടുകുളം,